ഹായ് ഓൾ, നമ്മളിന്ന് +1 ഫിസിക്സിലെ വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ന്യൂമറിക്കൽസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ മക്കളാരും ടെൻഷനൊന്നും പിടിക്കേണ്ട, സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. എ സ്ട്രിങ് ഓഫ് മാസ് 2.50 കിലോഗ്രാം ഈസ് അണ്ടർ എ ടെൻഷൻ 200 ന്യൂട്ടൺ. അപ്പം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. മാസ് എത്രയാണ്? 2.5 കിലോഗ്രാം ആണ്. ഓക്കെ, ടെൻഷൻ എത്രയാണ്? 200 ന്യൂട്ടൺ ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് സ്ട്രിങ് ഈസ് 20 മീറ്റർ. ലെങ്ത് ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. ഇഫ് എ ട്രാൻസ്വേഴ്സ് ജർക്ക് ഈസ് സ്ട്രക്ക് അറ്റ് വൺ എൻഡ്, ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റീച്ച് ദ അതർ എൻഡ് എന്നാണ്. ഇതിനകത്തൊരു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടായാൽ ഇത് എത്ര സമയം കൊണ്ട് മറ്റേ എൻഡിലെത്തും? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ എ സ്ട്രിങ് കാണാനുള്ള ഇക്വേഷൻ എന്താ? V √T/μ എന്നാണ്. ഇതിനകത്ത് മ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ബൈ ലെങ്ത് ആണ്. അപ്പോൾ T/, മാസ് ബൈ ലെങ്ത് എന്നാണ്. അപ്പോൾ വെലോസിറ്റി = എത്ര വരും? TL/m എന്ന് വരില്ലേ? അപ്പോൾ = Tയുടെ ആൻസർ നമുക്കുണ്ട് 200 ഇൻറ്റു എല്ലിൻ്റെ ആൻസർ 20 ഡിവൈഡ് ബൈ എന്താണ് എമ്മിൻ്റെ ആൻസർ 2.5 എന്നാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ആൻസർ കിട്ടും. ഇത് പ്രയാസം എന്നുള്ള ഒരു സംഗതിയല്ല. ഇത് വെലോസിറ്റി 40 മീറ്റർ/സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. ഇനി നിങ്ങളത് ചോദിച്ചിരിക്കുന്നത് എത്ര ടൈം എടുക്കുമെന്നാണ്. വെലോസിറ്റി = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ്. അപ്പോൾ ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്നാണ്. അപ്പോൾ ടൈം = ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആണ്, ഡിവൈഡഡ് ബൈ വെലോസിറ്റി. അപ്പോൾ ലെങ്ത് എത്രയാ? 20 ഡിവൈഡ് ബൈ 40. അപ്പോൾ ആൻസർ എത്ര വരും? 0.5 എന്ന് വരും സെക്കൻഡ്. ഇതെന്തെങ്കിലും പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആണോ? അല്ല, നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? എ സ്റ്റീൽ വയർ ഹാസ് ലെങ്ത് 12 മീറ്റർ ആൻഡ് മാസ് 2.10 കിലോ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ലെങ്ത് എത്രയാണ്? 12 മീറ്റർ. ഇനി അതിൻ്റെ മാസ് 2.1 കിലോഗ്രാം. ഓക്കെ, വാട്ട് ഷുഡ് ബി ദ ടെൻഷൻ ഇൻ ദ വയർ? ടെൻഷൻ എത്രയെന്ന് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ദ സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഇൻ ദ സ്ട്രിങ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് സൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പീഡിൻ്റെ വാല്യൂ 343 മീറ്റർ/സെക്കൻഡ് എന്ന് ഗിവൺ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടെൻഷൻ എത്ര? വെലോസിറ്റി ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് കാണാനുള്ള ഇക്വേഷൻ പറയും. √T/μ എന്നാണ് അല്ലേ? അപ്പോൾ =√T/ എന്താണ് മ്യൂ? മാസ് ബൈ ലെങ്ത് എന്നാണ്. അപ്പോൾ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താവും? √TL/m എന്താവും അല്ലേ? ഇതിൽ വിയുടെ ആൻസർ 343 എന്നാണ്. =√T എനിക്കറിയില്ല. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 12 ആണ്. ഡിവൈഡ് ബൈ മാസിൻ്റെ ആൻസർ 2.1 ആണ്. ഇതൊന്ന് സ്ക്വയർ ചെയ്യാം. അപ്പോൾ 343യുടെ സ്ക്വയർ T × 12 ഡിവൈഡഡ് ബൈ 2.1 എന്ന് വരും. ഇനി നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെ T കാണും? T = 343യുടെ സ്ക്വയർ ഇൻറ്റു 2.1 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. അപ്പോൾ T നിങ്ങൾക്ക് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ Tയുടെ ആൻസർ വരുന്നത് 2.06 × 10⁻⁴ എന്നാണ്. ഇനി ടെൻഷൻ ഒരു ഫോഴ്സ് അല്ലേ, അപ്പോൾ ന്യൂട്ടൺ എന്നാണ്. ഓക്കെ, നല്ല എളുപ്പം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ബാറ്റ് എമിറ്റ്സ് അൾട്രാസോണിക് സൗണ്ട് ഓഫ് ഫ്രീക്വൻസി 100 kHz. അപ്പോൾ ഫ്രീക്വൻസി എത്ര? 100 × 10⁻3. അപ്പോൾ 100 × 10⁻3 എന്ന് പറയുമ്പോൾ 10⁵ ഹെഡ്സ്. ഇനി ഇഫ് ദി സൗണ്ട് മീറ്റ്സ് എ വാട്ടർ സർഫസ്, ഇത് വാട്ടറിൽ ചെന്ന് ഇടിക്കുമ്പോൾ വാട്ട് ഈസ് എ വേവ് ലെങ്ത് ഓഫ് റിഫ്ലക്റ്റഡ് സൗണ്ട്, ട്രാൻസ്മിറ്റഡ് സൗണ്ട്? നമ്മുടെ എന്താണ് ബാറ്റിൻ്റെ സൗണ്ട് എന്നിട്ട് വാട്ടറിൽ ഇടിച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് എയറിലോട്ട് തന്നെ വരുന്നു. കുറച്ച് പാർട്ട് വാട്ടറിൻ്റെ അകത്തുകൂടെ കയറി പോകുന്നു. ഈ രണ്ടിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? വേവ് ലെന്ത് കണ്ടുപിടിക്കണം. അപ്പോൾ എയറിലുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. ബാറ്റ് പുറപ്പെടുവിക്കുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി 10⁵ ആണ്. ഇനി വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ എത്രയാണ്? 340 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയറിൽ വെച്ചിട്ടുള്ള ആ സൗണ്ടിൻ്റെ വേവ് ലെന്ത് എങ്ങനെ കണ്ടുപിടിക്കും? V = ν λ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ലാംഡ എങ്ങനെ കാണും? V/ν എന്നാണ്. അപ്പോൾ 340 ഡിവൈഡഡ് ബൈ എത്രയാ? 10⁵ എന്നാണ്. അപ്പോൾ ആൻസർ 340 × 10⁻⁻5 എന്ന് വരും മീറ്റർ. ഓക്കെ, ഇനി നിങ്ങൾ പറയുക റിഫ്ലക്റ്റഡ് സൗണ്ടിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുക. റിഫ്ലക്റ്റഡിൻ്റെ കാര്യങ്ങൾ. റിഫ്ലക്റ്റ് ചെയ്ത് എങ്ങോട്ടാണ് വരുന്നത്? എയറിലോട്ട് തിരിച്ചു വരുന്നു.
അപ്പോൾ റിഫ്ലക്റ്ററിൻ്റെ വേവ് ലെന്ത് എന്ന് പറയുന്നത് ഈ എമിറ്റ് ചെയ്യുന്നതിൻ്റെ അതേ വേവ് ലെന്ത് തന്നെ. കാരണം എമിറ്റ് ചെയ്യുന്നതും ഏറെ കൂടെയാണ് സഞ്ചരിക്കുന്നത്, റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതും ഏറെ കൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, വേവ് ലെന്ത് മാറത്തില്ല, ഫ്രീക്വൻസി മാറത്തില്ല, വെലോസിറ്റി മാറത്തില്ല. അപ്പോൾ മീഡിയം മാറാത്തതുകൊണ്ട് ഇതൊരു പാരാമീറ്ററും മാറത്തില്ല. അപ്പോൾ വാട്ട് ഈസ് എ വേവ് ലെന്ത്? എത്ര തന്നെ? 340 × 10⁻⁻5 തന്നെ. ഓക്കെ, മീറ്റർ. ഇനി അടുത്തത് ആരുടെയാണ് വേണ്ടത്? ട്രാൻസ്മിറ്റഡിൻ്റെതാണ് വേണ്ടത്. അപ്പോൾ ട്രാൻസ്മിറ്റഡിൻ്റെ കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കണം. ഇതാ നമ്മുടെ സൗണ്ട് ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയത്തിലോട്ട് കയറി അല്ലേ, കയറുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി മാറത്തില്ല. എന്ത് മാറത്തില്ല? ഫ്രീക്വൻസി മാറത്തില്ല. അപ്പോൾ ട്രാൻസ്മിറ്റഡ് സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 10⁻⁵ തന്നെ. ഓക്കെ, എയറിലുള്ളത് തന്നെ. ഇനി അടുത്തെന്താണ് പറഞ്ഞേ? വെലോസിറ്റി. ആ വാട്ടർ മീഡിയത്തിൽ വെലോസിറ്റി എത്രയാണ്? 1486 ആണ്. 1486 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി ലാംഡ കാണാൻ എന്താ വഴി? v/nu. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 1486 / 10⁻⁵. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര വരും? 1486 × 10⁻⁻5 മീറ്റർ. എന്ത് എളുപ്പമിടാ. v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ കാണാൻ അറിയാമെന്നുള്ള ആളുകൾക്കെല്ലാം ഇത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിഞ്ഞൂടെ? അറിയാം. സംശയം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എ ഹോസ്പിറ്റൽ യൂസസ് അൾട്രാസോണിക് സ്കാനർ. ഓക്കെ, ആയിക്കോട്ടെ. ടു ലൊക്കേറ്റ് ദ ട്യൂമേഴ്സ്. ഇനി വാട്ട് ഈസ് എ വേവ് ലെന്ത് ഓഫ് സൗണ്ട് ഇൻ എ ടിഷ്യൂ ഇൻ വിച്ച് സ്പീഡ് ഓഫ് സൗണ്ട് തന്നിട്ടുണ്ട്. സ്പീഡ് എത്ര? 1.7 km/s ആണ്. കിലോമീറ്ററിനെ മീറ്റർ ആക്കണം. 10⁻³ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി അറിയാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 4.2 × 10⁻⁶ എന്നാണ്. പ്രയാസമൊന്നുമില്ല. ഇതും നമുക്ക് സിമ്പിളാണ്. v ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നാണ്. ഇനി ലാംഡ എങ്ങനെ കാണും? v/nu എന്നാണ്. വിയുടെ വാല്യൂ 1.7 × 10⁻³ ഡിവൈഡഡ് ന്യൂവിൻ്റെ വാല്യൂ എത്ര? 4.2 × 10⁻⁶ ആണ്. നിങ്ങൾ കണ്ടുപിടിക്കുക. ദാറ്റ് മച്ച് മീറ്റർ. കൊച്ചുകുട്ടികളുടെ ക്വസ്റ്റ്യനാണ്. നമ്മളെ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്കൊന്നും അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചുമ്മാ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ്? ഇതൊന്ന് സൂക്ഷിക്കണം. എ ട്രാൻസ്വേഴ്സ് ഹാർമോണിക് വേവ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ, ഞാൻ എഴുതാം, y ഈസ് ഈക്വൽ ടു 3.0 sin 36 t പ്ലസ് 0.018x പ്ലസ് π/4 എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. എയും ഇപ്പം ഇതിനകത്ത് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഇക്വേഷൻ ഞാൻ എഴുതാം. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഓർത്തോണേ. എ സൈൻ ω_t + kx + φ0. ഇത് എവിടെയോ പഠിച്ചിട്ടുണ്ട്. എന്തിൻ്റെ ഇക്വേഷനായത്? ട്രാവലിംഗ് വേവിൻ്റെ ഇക്വേഷൻ. ഓക്കെ, പ്രോഗ്രസീവ് വേവിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ കമ്പയർ ചെയ്യുക. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇവിടെ നേരെ നോക്കുക. എ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണ്, എക്സ് സെൻറ്റിമീറ്ററിലാണ്, ഒയ് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഒയ് സെൻറ്റിമീറ്ററിലാണ്, എക്സ് സെൻറ്റിമീറ്ററിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എയുടെ ആൻസർ 3 സെൻറ്റിമീറ്റർ എന്നാണ്. എന്ന് പറയുമ്പോൾ 3 × 10⁻⁻² മീറ്റർ. പ്രയാസമൊന്നുമില്ല. ഇനി ഒമേഗ എന്താണെന്നൊന്ന് നോക്കി പറഞ്ഞാൽ മതി. കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. നിങ്ങൾ നേരെ നോക്കുക. ഇവിടെ ഒമേഗയ്ക്ക് പകരം അവിടെ 36. ഓക്കെ, അപ്പോൾ ആൻസർ പറയുക. ഒമേഗയുടെ ആൻസർ 36 എന്നാണ്. ഒമേഗയുടെ യൂണിറ്റ് എന്താ? റേഡിയൻ/സെക്കൻഡ്. ഒരു പ്രയാസമില്ല. ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയത്, ഇവിടെ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് നോക്കുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇതിലും പ്ലസ് ഇടണം. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ സൈൻ തന്നെ ഇതിലും ഇട്ട് വയ്ക്കണം. എന്നാലേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇവിടെ ഇപ്പം മൈനസ് ആണ് തന്നിരിക്കുന്നത്, നമുക്ക് ഇവിടെയും മൈനസ് ഇടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനി ചെയ്യാം. ഇവിടെ ഒന്ന് കമ്പയർ ചെയ്യുക. kx ഈക്വൽ ടു ഇതെന്നാണ് അല്ലേ. അപ്പോൾ kx ഈസ് ഈക്വൽ ടു ആ തന്നിരിക്കുന്ന സാധനം. അപ്പോൾ കെയുടെ ആൻസർ എത്രയാണ്? അപ്പോൾ കെയുടെ ആൻസർ 0.018 എന്നാണ്. ഇനി എനിക്ക് കെയുടെ യൂണിറ്റ് എന്താണെന്ന് പറയണം. കെയുടെ യൂണിറ്റ് സാധാരണഗതിയിൽ റേഡിയൻ/മിനിറ്റ് ആണ്. റേഡിയൻ/മീറ്ററാണ്. അപ്പോൾ ഇവിടെ ഏതെഴുതും? എക്സ് നിങ്ങൾ നേരെ നോക്കുക. അതാണ്ട് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണെന്ന് പറയുന്നുണ്ട്. ഈ ബ്രാക്കറ്റിൽ കിടന്ന ഇത് മൊത്തം ആംഗിളാണ്. അപ്പോൾ ഇതിലെ ഓരോ ടേമും ആംഗിളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആംഗിളാണ്. ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയൻ എന്നാണ്. അപ്പോൾ ഇതിൽ എക്സ് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കെ എന്തിലായിരിക്കണം? എന്തിൽ വരണം? റേഡിയൻ/സെൻറ്റിമീറ്ററിൽ വരണ്ടേ? എന്നാലേ സെൻറ്റിമീറ്റർ വെട്ടിയിട്ട് റേഡിയനിൽ വരും. ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ മൊത്തം സാധനം ആംഗിളാണ്. ആംഗിളിൻ്റെ യൂണിറ്റ് റേഡിയനാണ്. ഇതിൽ ഓരോ ടേമും റേഡിയൻ ആയിരിക്കും. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിലാണ്.
അപ്പോൾ ഈ കെ എന്ന് പറയുന്ന ഈ സംഭവം എന്തിലായിരിക്കണം? റേഡിയൻ പെർ മീറ്ററിലായിരിക്കില്ല, റേഡിയൻ പെർ സെൻറ്റിമീറ്റർ ആയിരിക്കണം. എന്നാലേ സെൻറ്റിമീറ്റർ ക്യാൻസലായിട്ട് റേഡിയൻ വരും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൻസർ ഞാൻ എഴുതി. ഇത്രയും റേഡിയൻ പെർ സെൻറ്റിമീറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇസിക്കൽ ടു 0.018 ഞാൻ അതുപോലെ എഴുതി. റേഡിയൻ ഞാൻ അതുപോലെ എഴുതി. ഡിവൈഡഡ് ബൈ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കാം, -2 മീറ്റർ. ഇത് മേലിൽ ചെല്ലുമ്പോൾ ആൻസർ ആവും എത്ര? 10 സ്ക്വയർ എന്ന് വരും. അപ്പോൾ ആൻസർ മൾട്ടിപ്ലൈ ചെയ്താൽ 1.8 റേഡിയൻ പെർ മീറ്റർ. ഓക്കെ, ബുദ്ധിമുട്ടില്ല. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടത്? ഇനി അടുത്ത കമ്പയർ ചെയ്യാനുള്ളത് 5 പ്ലേസിൽ എന്താ കിടക്കുന്നതെന്ന് നോക്കൂ. 5 പ്ലേസിൽ π/4 റേഡിയൻ എന്നാണ്. അപ്പോൾ എല്ലാം കമ്പയർ ചെയ്തു. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ആൻസർ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. ഈസ് ഇസ് എ ട്രാവലിംഗ് വേവ് ഓർ സ്റ്റേഷനറി വേവ്? നോക്കൂ, ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എന്തിൻ്റെ ഇക്വേഷനാണ്? ട്രാവലിംഗ് വേവിൻ്റെ. അപ്പോൾ ആൻസർ സംശയിക്കുകയേ വേണ്ട, എന്ത് വേവാണ്? ഇറ്റ് ഈസ് ട്രാവലിംഗ് വേവ്. അപ്പോൾ ട്രാവലിംഗ് വേവ്. ഓക്കെ, ആദ്യത്തെ എൻ്റെ ആൻസറായി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി? നല്ല എളുപ്പം. രണ്ടാമത്തെ എൻ്റെ ആൻസർ ഞാൻ എഴുതാൻ പോകുന്നു. ആംപ്ലിറ്റ്യൂഡ് എത്ര? നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയല്ലേ, എടുത്തെഴുതിയാൽ പോരെ. 3 × 10⁻² മീറ്റർ. ഓക്കെ, ഇനി ഫ്രീക്വൻസി വേണം അല്ലേ? ഒമേഗ എന്ന് പറഞ്ഞാൽ 36 ആണെന്ന് നമുക്കറിയാം. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν ആണ്. അപ്പോൾ 2πνൻ്റെ ആൻസറാണ് 36. അപ്പോൾ ന്യൂ എത്ര വരും? 36 / 2π എന്നാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസിയുടെ ആൻസറും കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസിയുടെ ആൻസർ വരുന്നത് 5.73 എന്നാണ്. അപ്പോൾ 5.73 ഹെർട്സ് എന്നാണ്. പ്രയാസമൊന്നും വന്നിട്ടില്ല. ഇനി എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. എന്താണ് വേണ്ടേ? വാട്ട് ഈസ് എ ഇനീഷ്യൽ ഫേസ്? അയ്യേ, എന്താണ് ഇനീഷ്യൽ ഫേസ് എന്തെന്ന്? അയ്യോ, കൊച്ചു ക്വസ്റ്റ്യൻ. 50 എന്താന്ന്? 50 എന്താന്ന് നോക്കി പറയൂ. π/4 റേഡിയൻ എന്നാണ് അല്ലേ? അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഏതാ വേണ്ടേ? ഫോർത്ത് എന്താ വേണ്ടേ? വാട്ട് ഈസ് എ ലീസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സക്സസീവ് ക്രസ്റ്റ്? അടുത്തടുത്തുള്ള 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ലാംഡ എന്തെന്ന്? ലാംഡ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് കെ എന്താണെന്ന് അറിയില്ലേ? കെ എന്ന് പറഞ്ഞാൽ എന്താ? കെ എന്ന് പറഞ്ഞാൽ 2π/λ അല്ലേ? നമ്മുടെ ക്വസ്റ്റിനകത്ത് കെയുടെ വാല്യൂ അങ്ങോട്ട് എഴുതുക. എത്ര? 1.8 ഈസ് ഈക്വൽ ടു 2π/λ. ഇനി ലാംഡ എത്രയെന്ന് പെട്ടെന്ന് പറയണം. ലാംഡ ഈസ് ഈക്വൽ ടു 2π / 1.8 എന്നാണ്. അപ്പോൾ 2π / 1.8 എന്നാണ്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ ലാംഡയുടെ ആൻസർ 3.49 മീറ്റർ എന്ന് വരും. സെൻറ്റിമീറ്ററിൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, എന്നാലും SI യൂണിറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. പ്രയാസമുണ്ടോ? അപ്പം ജസ്റ്റ് കമ്പയർ ചെയ്യുക, ആൻസർ എഴുതുക. ഓക്കെ, ഒന്നുകൂടെ ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞേക്കാം, ശ്രദ്ധിക്കൂ. എന്താണ് നമ്മുടെ ഇക്വേഷൻ അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻ അതുപോലെ എഴുതുമ്പോൾ ഇവിടെ എന്താണോ സൈൻ ഇട്ടിരിക്കുന്നത് ആ സൈൻ ഇട്ട് തന്നെ എഴുതണം. ഇനി കമ്പയർ ചെയ്യുക. ഇത് ഇനി ഇത്. ഓക്കെ, എല്ലാം കമ്പയർ ചെയ്യാൻ അറിയാം. ഇനി ഈ യൂണിറ്റ് കിടക്കുന്നതാണ് നമുക്ക് വിഷയം. Y സെൻറ്റിമീറ്ററിലാണ്, ആംപ്ലിറ്റ്യൂഡ് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ഇത് സെൻറ്റിമീറ്ററിലാണ്, അതിനെ മീറ്റർ ആക്കണം. ഇനി ഇത് ഒമേഗ 36. ഓക്കെ, അത് കുഴപ്പമില്ല. ഇനി കെയുടെ യൂണിറ്റ് സാധാരണ ഗതിയിൽ റേഡിയൻ പെർ മീറ്റർ ആണ്. ഇവിടെ റേഡിയൻ പെർ സെൻറ്റിമീറ്റർ ആണ്. കാരണം ഈ എക്സ് എന്താണ്? സെൻറ്റിമീറ്റർ ആണ്, ഗിവൺ ആണ്. അപ്പോൾ റേഡിയൻ പെർ സെൻറ്റിമീറ്റർ ആയാലേ സെൻറ്റിമീറ്റർ ക്യാൻസൽ ചെയ്ത് റേഡിയൻ എന്ന് വരും. ഓക്കെ, അതുകൊണ്ടാണ്. ഇനി ആംഗിളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തെല്ലാം എഴുതി. ഇനി ട്രാവലിംഗ് വേവ് ആണെന്ന് എഴുതി. ആംപ്ലിറ്റ്യൂഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ 36 ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ. അതിന് ന്യൂ കാണുക. ഇനി 50 എത്രയെന്ന് എടുത്തെഴുതാം. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡയാണ്. ലാംഡ എങ്ങനെ കാണും? കെ എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. ലാംഡ എന്ന് പറയുന്നത് അപ്പോൾ 2π/k ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. എളുപ്പമല്ലേ? ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ട്രാവലിംഗ് ഹാർമോണിക് വേവ് y ഈസ് ഈക്വൽ ടു 2 cos സംതിങ് എന്നാണ്. നേരത്തെ ഉള്ളത് സൈനിൻ്റെ ടേംസിലായിരുന്നു. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് കോസിൻ്റെ ടേംസിലാണ്. അത് വിഷയമേ അല്ല നമുക്ക്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഞാൻ എഴുതാം. എന്താണ്? ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 2.0 കോസ് എന്താണ്? 1t മൈനസ് 0.0080 എക്സ് പ്ലസ് 0.35 എന്നാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി എക്സ് വൈയും സെൻറ്റിമീറ്ററിലാണ്. വീണ്ടും പറയാം. ഇനി ടൈം ഇൻ സെക്കൻഡ്. വാട്ട് ഈസ് എ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓസിലേറ്ററി മോഷൻ അറ്റ് 2 പോയിൻറ്റ്സ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ് 4 മീറ്റർ എന്നാണ്. അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഒരു കാര്യം നോക്കാം. ഇത്രയും നീളം എന്ന് പറയുന്ന ലാംഡ അല്ലേ? അപ്പോൾ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എത്രയാണ്? പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ ലാംഡയാണ്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ 0യും ഇവിടെ 2π അല്ലേ മക്കളെ അറിയാം. അപ്പോൾ ഫേസ് ഡിഫറൻസ് എത്രയാണ്? ഫേസ് ഡിഫറൻസ് 2π റേഡിയനാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക. പാത്ത് ഡിഫറൻസ് ലാംഡയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2π. ഓക്കെ, അപ്പം ലാംഡയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2π. ഓക്കെ, അപ്പോൾ 1 ആണെങ്കിൽ എത്ര വരും? 2π/λ. ഓക്കെ, റേഡിയൻ വരും തന്നെ. അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസിൻ്റെ ആൻസർ ഡെൽറ്റ എക്സ് ആണെങ്കിലോ? ഡെൽറ്റ എക്സ് ആണെങ്കിൽ 2π/λ × ഡെൽറ്റ എക്സ് റേഡിയൻ എന്ന് നമ്മൾ എഴുതിയേനെ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ ഫേസ് ഡിഫറൻസ് 2π റേഡിയൻ. അപ്പോൾ പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ 2π റേഡിയൻ. അപ്പോൾ 1 ആണെങ്കിൽ 2π/λ റേഡിയൻ. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് ആണെങ്കിൽ അതേ ഇൻറ്റു ഡെൽറ്റ എക്സ് റേഡിയൻ. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ടോ? നിങ്ങൾ നേരെ നോക്കിയാൽ കിട്ടും. ഇതാ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഡെൽറ്റ എക്സ്? ഡെൽറ്റ എക്സിൻ്റെ ആൻസർ എത്രയെന്ന് നോക്കി പറയൂ. ഇവിടെ 4 മീറ്റർ ആണ്. കണ്ടോ? അപ്പോൾ നിങ്ങൾ ആൻസർ പറയണം. അപ്പോൾ 2π/λ × 4 എന്നാണ്. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറായി. എന്തിൻ്റെ ആൻസറായി? വാട്ട് ഈസ് എ ഫേസ് ഡിഫറൻസ്? അപ്പോൾ ഫേസ് ഡിഫറൻസിൻ്റെ ആൻസർ ഞാൻ എഴുതി. ഓക്കെ, 2π/λ × ഡെൽറ്റ എക്സിന് പകരം 4 മീറ്റർ. പക്ഷേ എന്തില്ല? ലാംഡ ഇല്ല. അപ്പം നമ്മുടെ ഈ ഇക്വേഷനകത്തുനിന്ന് ലാംഡ കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. ഒരു പേടിയും വേണ്ട. O = A cos ωt മൈനസ് kx അടുത്ത പ്ലസ് φ0 എന്ന് ഞാൻ എഴുതി. പ്രയാസമുണ്ടോ? ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ കമ്പയർ ചെയ്ത് പെട്ടെന്ന് പറയണം. ലാംഡ അല്ലേ വേണ്ടേ? അപ്പോൾ ഇതിനകത്ത് k കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾ കെയുടെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? k എന്ന് പറഞ്ഞാൽ എന്താണ്? k നമ്മുടെ ക്വസ്റ്റനിൽ കമ്പയർ ചെയ്താൽ 0.0080 റേഡിയൻ പെർ മീറ്റർ എന്ന് വരും അല്ലേ? റേഡിയൻ പെർ സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ k = എത്ര വരും? 0.0080 റേഡിയൻ ബൈ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കി -2 അല്ലേ മീറ്റർ. അപ്പോൾ കെയുടെ വാല്യൂ എത്ര വരും? 0.80 എന്ന് വരും റേഡിയൻ പെർ മീറ്റർ. ഓക്കെ, k എന്ന് പറഞ്ഞാൽ എന്താണ്? 2π/λ ആണ്. ഓക്കെ, 2π/λയുടെ ആൻസറാണ് 0.80 അല്ലേ? അപ്പോൾ ലാംഡ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പെട്ടെന്ന് പറയൂ. അപ്പോൾ λ = 2π/0.80. ഓക്കെ, ഇനി ഈ വാല്യൂ നമ്മൾ നേരെ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ തന്നെ ആൻസർ പറ. ഫേസ് ഡിഫറൻസ് = പറയും. ഫേസ് ഡിഫറൻസ് = 2π/λയുടെ ആൻസർ 2π/0.80. 0.80 മേലെ പോവും × 4. ഇത് ചെയ്തെടുക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ആൻസർ 320 എന്ന് വരും. 3.20. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഇത്രയുമാണ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് അറിയാമെങ്കിൽ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആൻസർ റേഡിയനിലാണ് 3.2. ഓക്കെ, പ്രയാസമുണ്ടോ? അപ്പോൾ പ്രയാസപ്പെടാനായിട്ടൊന്നും വേണ്ടി. അപ്പോൾ ലാംഡയാണ് എങ്കിൽ 2π റേഡിയൻ. അപ്പോൾ 1 ആണെങ്കിൽ 2π/λ റേഡിയൻ. അപ്പോൾ ഡെൽറ്റ എക്സ് ആണെങ്കിൽ എത്ര? അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഒരു തന്നിട്ടുണ്ട് 4. അപ്പോൾ ഇതിനകത്ത് അൺനോൺ എന്ന് പറയുന്നത് എന്താണ്? ലാംഡയാണ്. അപ്പോൾ ലാംഡ കണ്ടുപിടിക്കണം. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ദ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ സ്ട്രിങ് ഈസ് ഗിവൺ ബൈ. ഞാൻ ഇക്വേഷൻ എഴുതാം. എന്താണ്? O = എന്താ? 0.06 sin 2π/3 x cos 120πt എന്നാണ്. ഓക്കെ, ഇതിനെ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ്റെ സിമിലർ ഫോമാണ് എനിക്ക് തോന്നി പെട്ടെന്ന്. അതാണ്ട് ഇതാണ്. O = 2a sin kx cos ωtയുടെ ഫോമിലാണ് അല്ലേ? ഇതൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ബാക്കി വായിക്കുക. എക്സ് ആൻഡ് വൈ മീറ്ററിലാണ്. ടെൻഷനില്ല, ഇനി സുന്ദരമായിട്ട് ചെയ്യാം. 2aയുടെ ആൻസർ എത്രയാണ്? 0.06 എന്നാണ്. അപ്പോൾ എയുടെ ആൻസർ എത്രയാണ്? അതിൻ്റെ പകുതി 0.03 എന്നാണ്. ഓക്കെ, മീറ്റർ. ആദ്യത്തത് കണ്ടുപിടിച്ചു. ഇനി എന്താ വേണ്ടത്? നിങ്ങൾ തന്നെ നോക്കി പറയുക. കെയുടെ വാല്യൂ എത്രയാണ്? 2π/3 എന്നാണ്. ഓക്കെ, അപ്പോൾ കെയുടെ ആൻസർ ഇതാ എഴുതിയിട്ടുണ്ട്. 2π/3 എന്നാണ്. ഇനി എന്താ വേണം? ഒമേഗ എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്താൽ എത്ര വരും? ω = 120π. ഇത്രയും എനിക്കറിയാം. ഇനി ഡസ് ദ ഫംഗ്ഷൻ റെപ്രസെൻറ്റ് ട്രാവലിംഗ് ഓർ സ്റ്റേഷനറി വേവ്? ഏതാണ് ഇത്? എന്തിൻ്റെ ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ്? സ്റ്റേഷനറി വേവിൻ്റെ ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ്. അപ്പോൾ ഇത് എന്ത് വേവാണ്? സ്റ്റേഷനറി. ആദ്യത്തിൻ്റെ ആൻസർ സ്റ്റേഷനറി വേവ് എന്നാണ്. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി പാർട്ട്. എന്താണ്?
വാട്ട് ഈസ് എ വേവ് ലെങ്ത്, ഫ്രീക്വൻസി ആൻഡ് സ്പീഡ്. ഇത് മൂന്നും കണ്ടുപിടിക്കണം. എന്ത് പാടാണ് ഇരിക്കുന്നത്? പറ. നമുക്ക് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് വാട്ട് ഈസ് കെ എന്ന്. പറയൂ, എന്താണ് കെ? കെ എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π/k എന്നാണ്. അപ്പോൾ ഞാൻ വാല്യൂ ഇടാം 2π/, കെയുടെ ആൻസർ 2π/3 എന്നാണ്. അപ്പോൾ 3 അങ്ങ് മേലിൽ പോവും. അപ്പോൾ അതാ ലാംഡയുടെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ലാംഡ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് പറയണം. ലാംഡയായി. ഇനി അടുത്ത് വേണ്ടത് ഒമേഗ എന്ന് പറഞ്ഞാൽ 2πν ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ 120π ആണ്. ഓക്കെ, അപ്പോൾ ന്യൂവിൻ്റെ ആൻസർ 120π/2π എന്നാണ്. ഓക്കെ, 120π/2π. ഓക്കെ, അപ്പോൾ 60 ഹെർട്സ് എന്നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളായില്ലേ? ഫ്രീക്വൻസി ആയി, വേവ് ലെങ്ത് ആയി. അപ്പോൾ ഫ്രീക്വൻസിയും വേവ് ലെങ്തും കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് അറിയാമെങ്കിൽ ഇനി അടുത്ത സാധനം വെലോസിറ്റിയാണ്. v = ന്യൂ ലാംഡ അല്ലേ? ഓക്കെ, v = എന്താണ്? ന്യൂ ലാംഡ വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. എന്താ നമുക്ക് വേണ്ടത്? v ആണ്. ന്യൂ 60 × 3, പെട്ടെന്ന് പറയൂ, 180. ഓക്കെ, ഒരു പ്രയാസവും ഇല്ല. ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു. 180 എന്നാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്, m/s. പ്രയാസമുണ്ടോ? അപ്പോൾ v = ന്യൂ ലാംഡ വെച്ചിട്ട് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത സി പാർട്ട് വായിക്കും. ഡിറ്റർമിൻ ദ ടെൻഷൻ. ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രിങ് ആണ്, അതിനകത്ത് ടെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും? വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √T/μ എന്നാണ്. ഓക്കെ, ഇതിനകത്തുനിന്ന് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. മാസ് തന്നിട്ടുണ്ട്, പിന്നെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി = ഒരു പേടിയും വേണ്ട, √T/ എന്താണ്? μ എന്ന് പറഞ്ഞാൽ മാസ്/ലെങ്ത്. അപ്പോൾ വെലോസിറ്റിയുടെ ആൻസർ എന്ത് വരും? √TL/m എന്ന് വരും. ഓക്കെ, ഇനി നമുക്കിവിടെ കാണേണ്ടത് ടെൻഷനാണ്. അപ്പോൾ ഇതൊന്ന് സ്ക്വയർ ചെയ്യാം. v² = പറയും എന്താണ്? TL/m എന്നാണ് മക്കളെ. അപ്പോൾ ടിയുടെ ആൻസർ എന്ത് വരും? v²m/L എന്നാണ്. എല്ലാം ഉണ്ടോ നോക്കൂ. വി ഉണ്ടോ? ഉണ്ട്. അപ്പോൾ വിയുടെ ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിയുടെ ആൻസർ നോക്കിയാൽ മതി, നമ്മൾ നേരത്തെ എഴുതിയത് എവിടെയെങ്കിലും കാണും. ഓക്കെ, അപ്പോൾ v² × m/, വിയുടെ ആൻസർ 180 എന്നാണ്. അപ്പോൾ 180² × എമ്മിൻ്റെ ആൻസർ ക്വസ്റ്റിനകത്തുണ്ട് 3 × 10⁻² എന്നാണ്. / എല്ലിൻ്റെ ആൻസർ ക്വസ്റ്റിനകത്തുണ്ട് 1.5. അപ്പോൾ ടെൻഷൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ ആൻസർ വരുന്നത് വാല്യൂ വരുന്നത് 648 എന്നാണ്. സംശയമുണ്ടോ? അപ്പോൾ ഇതിനകത്ത് പേടിക്കാൻ വേണ്ടിയൊന്നുമില്ല. 180 × 180 നമുക്ക് റഫ് വാല്യൂ നോക്കാം. × 3, ഓക്കെ, / 1.5. 1.5ഉം ഇതും കൂടെ വെട്ടുമ്പോഴത്തേക്കിന് 2 വരും. 324 × 2 കണ്ടില്ലേ? 648 × സംതിങ് പവർ നമുക്കറിയാം. ഓക്കെ, പവർ ക്യാൻസൽ ആവും. അപ്പോൾ 648 എന്നാണ്, അത്രയും ന്യൂട്ടൺ. അപ്പോൾ ഇത് കൊച്ചു ക്വസ്റ്റൻ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ ഫാസ്റ്റായിട്ട് പറഞ്ഞേക്കാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ എഴുതി, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതി. ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? സ്റ്റേഷനറി വേവിൻ്റെയാണ്. കമ്പയർ ചെയ്യുക. 2a ആണിത്. സൂക്ഷിക്കണം, അത് 2a ആണ്. കെയുടെ വാല്യൂ ഇതായിരിക്കുന്നു. എന്താണ്? ഒമേഗയുടെ വാല്യൂ ഇതായിരിക്കുന്നു. അപ്പോൾ 2a അറിയാമെങ്കിൽ a എഴുതി, കെയുടെ വാല്യൂ അതുപോലെ എഴുതി. ഒമേഗ എന്ന് പറഞ്ഞാൽ 120π ആണ്. ഓക്കെ, ഇനി കെ എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. ലാംഡ ഇപ്പോൾ 2π/k ആണ്. ഇപ്പോൾ 2π/kയുടെ വാല്യൂ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടി. ഇനി എന്താ വേണ്ടത്? ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ ആണ്. ഇതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. ന്യൂ അപ്പോൾ കണ്ടുപിടിക്കുക. ഓക്കെ, വി എന്ന് പറഞ്ഞാൽ ന്യൂ ലാംഡയാണ്. ന്യൂവും ലാംഡയും ഉണ്ട്, വാല്യൂ ഇട്ട് കൊടുക്കുക. ഇനി ടെൻഷൻ കണ്ടുപിടിക്കണം. വെലോസിറ്റി ആണല്ലോ ഇക്വേഷൻ എന്താണ്? √T/μ. അപ്പോൾ വെലോസിറ്റി = T/μ എന്ന് പറഞ്ഞാൽ മാസ്/ലെങ്ത്. അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ആവും, സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ആവും. അതിനകത്ത് T ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കുക. നല്ല എളുപ്പമല്ലേടാ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. എന്താണ്? എ വയർ സ്ട്രെച്ചഡ് ബിറ്റ്വീൻ 2 റിജിഡ് സപ്പോർട്ട്സ് വൈബ്രേറ്റ്സ് ഇൻ ഇറ്റ്സ് ഫണ്ടമെൻ്റൽ മോഡ്. ഒരു വയറുണ്ട്, അത് ഫണ്ടമെൻ്റൽ മോഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഫണ്ടമെൻ്റൽ മോഡിൻ്റെ ആൻസറൊക്കെ നിങ്ങൾക്ക് അറിയാം. ആൻസർ പറയുമെന്ന്. ഫണ്ടമെൻ്റൽ മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ v/2L എന്നാണ്. ഓക്കെ, v/2L എന്നാണ്. ഇനി ഫ്രീക്വൻസിയുടെ വാല്യൂ എത്രയാണ്? 45 എന്നാണ്. അപ്പോൾ ന്യൂവിൻ്റെ വാല്യൂ 45 എന്നാണ്. മാസ് ഓഫ് ദ വയർ തന്നിട്ടുണ്ട്. അപ്പം മാസ് 3.5 × 10⁻² ആണ്. ഇനി ലീനിയർ ഡെൻസിറ്റി 4 × 10⁻² ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ വാട്ട് ഈസ് എ സ്പീഡ് ഓഫ് ദ വേവ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആൾസോ ഫൈൻഡ് ദ ടെൻഷൻ. ഇത് ഒരു പ്രയാസമില്ലാത്ത ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി.
പറഞ്ഞോളൂ. എങ്ങനെ ഇതിൽ നിന്ന് വി കാണും? വി എന്ന് പറഞ്ഞാൽ ന്യൂ ഇൻറ്റു 2L അല്ലേ? ഓക്കെ ഓക്കെ, പ്രയാസപ്പെടാനത് സ്മോൾ എൽ ഇട്ടാലും മതി, ക്യാപിറ്റൽ ഇട്ടാൽ അതൊന്നും പ്രശ്നമില്ല. വി ഈസ് ഈക്വൽ ടു പറഞ്ഞു ന്യൂവിൻ്റെ വാല്യൂ 45 ഇൻറ്റു 2 ഇൻറ്റു ലെങ്ത് അറിഞ്ഞുകൂടാ അല്ലേ? മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ബൈ മ്യൂ ആണ്. ഓക്കെ, അപ്പോൾ എൽ ഈസ് ഈക്വൽ ടു മാസ് എത്രയാണ്? 3.5 ഇൻറ്റു 10⁻² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻². അപ്പോൾ അത് ആൻസർ ഞാൻ എഴുതാൻ പോവാണ്. എല്ലിൻ്റെ ആൻസർ 3.5 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ നിങ്ങളുടെ ആൻസറായി. എന്തിൻ്റെ ആൻസറായി? വെലോസിറ്റിയുടെ ആൻസറായി. പ്രയാസമൊന്നുമില്ല. ഇനി വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിച്ചു നിങ്ങൾ. ഇതാ വെലോസിറ്റിയുടെ ആൻസർ വരുന്നത് 78.75 എന്ന് വരും, മീറ്റർ പെർ സെക്കൻഡ്. ഇനി വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് ടി ബൈ മ്യൂ എന്നാണ്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. വിയുടെ ആൻസർ 78.75 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ മ്യൂ. മ്യൂവിൻ്റെ ആൻസർ അവിടെ തന്നിട്ടുണ്ട് 4 ഇൻറ്റു 10⁻². ഓക്കെ, ഇതൊന്ന് സ്ക്വയർ ചെയ്താൽ 78.75 സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10⁻². ഇനി ഞാൻ ടി പറഞ്ഞു തരണോ? നേരത്തെ ഒരു ക്വസ്റ്റിനകത്ത് നമ്മൾ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 78.75 സ്ക്വയർ ഇൻറ്റു 4 ഇൻറ്റു 10⁻². ചെയ്തെടുത്തൂടെ? അപ്പോൾ ടെൻഷൻ്റെ ആൻസർ കിട്ടിക്കോളും. 248 ന്യൂട്ടൺ എന്ന് വരും. പ്രയാസം ഇല്ലാത്തൊരു ക്വസ്റ്റനാണ്. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മീറ്റർ ലോങ് ട്യൂബ് ഓപ്പൺ അറ്റ് 1 എൻഡ്. ഒരു ട്യൂബിൻ്റെ ഒരു എൻഡ് മാത്രം ഓപ്പൺ ആണ്. അപ്പോൾ അതിനകത്തുള്ള ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഒക്കെ കാണാൻ എല്ലാവർക്കും അറിയാം. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ആണുള്ള ഇക്വേഷൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു പറഞ്ഞു V/4L എന്നാണ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. 1 മീറ്റർ ലെങ്ത് ഉള്ള ട്യൂബാണ്. അത് മനസ്സിരുന്നാൽ മതി. ആ എല്ല് പിന്നീട് നമുക്ക് പാര വയ്ക്കും. ഓക്കെ, അതുകൊണ്ടാണ്. ഇനി ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ചു. അതിൻ്റെ ഫ്രീക്വൻസി 340 ആണെന്ന് ക്വസ്റ്റിനകത്ത് കണ്ടോ? ഇനി അപ്പോൾ ലെങ്ത് 25.5 സെൻറ്റിമീറ്ററും 79.3 സെൻറ്റിമീറ്ററുമാണ്. ക്ലോസ്ഡ് പൈപ്പാണ്. ഒരെൻഡ് അടച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോസ്ഡ് പൈപ്പാണ്. അതിനകത്ത് ആദ്യത്തെ റെസണൻസ് ലെങ്തിൻ്റെ 3 ടൈംസ് ആയിരിക്കും അടുത്തത്. കാരണം നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനകത്തുള്ള ഫ്രീക്വൻസികൾ 1:3:5:7 സംതിങ് എന്നാണ്. അപ്പോൾ ആദ്യത്തത് 25.5 ഉണ്ടായെങ്കിൽ അടുത്തത് അതിൻ്റെ 3 ടൈംസിൽ അപ്രോക്സിമേറ്റ് അല്ലേ? അപ്പോൾ 79.3 അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 25.5 എടുക്കാൻ. ഈ ട്യൂബ് ലെങ്ത് എന്തെന്നാ 1 മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്? പിന്നെ അതായത് ഈ ട്യൂബിൻ്റെ അകത്ത് ഈ 25.5ഉം 79.3 ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത്രയും വലിയ ട്യൂബാണെങ്കിലല്ലേ കാണിക്കാൻ പറ്റൂ. അതിന് മാത്രമാണ് ആ 1 മീറ്റർ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു പറഞ്ഞോളൂ. ഫ്രീക്വൻസി ഇവിടെ എത്രയാ? ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്? 340 ആണ് അല്ലേ? 340 ആണ്. അപ്പോൾ 340 ഈസ് ഈക്വൽ ടു വിയുടെ ആൻസർ എനിക്ക് അറിഞ്ഞുകൂടാ, ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ 25.5 എന്നാണ്. അപ്പോൾ ഇതിനകത്ത് വി ഈസ് ഈക്വൽ ടു 340 ഇൻറ്റു 4 ഇൻറ്റു 25.5 എന്ന് വരും. ഓക്കെ, അപ്പോൾ വിയുടെ ആൻസർ നമുക്ക് വരുന്നത് 346.8 എന്നാണ്, മീറ്റർ പെർ സെക്കൻഡ്. ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് തന്നെയല്ലേ കണ്ടുപിടിക്കാനുള്ളത്, വേറെ വല്ലതും കണ്ടുപിടിക്കാനുണ്ടായിരുന്നോ? അത് നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു, സിമ്പിളായിട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനകത്ത് കൺഫ്യൂസിങ് എലിമെൻ്റ് ആദ്യമേ കയറി ആവേശം കാണിച്ചിട്ട് എല്ലിൻ്റെ വാല്യൂ 1 മീറ്റർ എന്ന് എഴുതിയാൽ പണി വീഴും. ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റീൽ റോഡ് വായിക്കൂ. എ സ്റ്റീൽ റോഡ് 100. ഈ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലല്ലോ പിന്നെ. അപ്പോൾ എ സ്റ്റീൽ റോഡ് 100 സെൻറ്റിമീറ്റർ ലോങ് ഈസ് ക്ലാംഡ് അറ്റ് ഇറ്റ്സ് മിഡിൽ. സ്റ്റീൽ റോഡാണ്. അപ്പോൾ റോഡെന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ എന്തുപോലെ സ്ട്രിങ് പോലെ അങ്ങ് കൺസിഡർ ചെയ്താൽ മതി. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ വാല്യൂ 2.35 kHz ആണ്. വാട്ട് ഈസ് എ സ്പീഡ് ഓഫ് സൗണ്ട് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്ന ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഴുതാം. എന്താണ്? V/2L എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വി എങ്ങനെ കാണും? 2L ഇൻറ്റു ഫ്രീക്വൻസി എന്നാണ്. ഓക്കെ, അപ്പോൾ വി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 1 ആണ്. ഓക്കെ, 100 സെൻറ്റിമീറ്റർ അല്ലേ? 1 മീറ്റർ ഇൻറ്റു ഫ്രീക്വൻസിയുടെ വാല്യൂ എത്ര? 2.35. അത് 2.53 എന്നാണ് ഒറിജിനൽ കേട്ടോ. അപ്പോൾ 2.53 അതൊരു കറക്ഷനാണ്. ഇൻറ്റു 10⁻3. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ എത്ര വരും? 6, 10,
5.06 ഇൻറ്റു 10⁻³ മീറ്റർ/സെക്കൻഡ് എന്ന് വരും. നല്ല പ്രയാസമുണ്ടോ? അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എഴുതി പഠിക്കാമെന്നുള്ളേ ഉള്ളൂ, സിമ്പിളായിട്ട് എഴുതി പഠിക്കാമെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ബൈ.